എല്ലാവരും സഹായിക്കുക. ചേട്ടൻ നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞ ഇമോഷനാവും. ചേട്ടൻ പറയണ്ട കേട്ടോ, ചേട്ടൻ പറയണ്ട. ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം ഇത്രയാണ്, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത്. മോള് അമ്മയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് ആ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത്. അത്ര നേരം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാം, ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാവുന്ന രീതിയിൽ മാത്രം ചെന്നപ്പോഴാണ് അങ്ങനെയാണ് അറിയുന്നത്. ഇതിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഡോണറിനെ അന്വേഷിച്ചു, എത്ര സീരിയസ് ആണെന്ന് ഞാൻ അപ്പോഴാണ് അറിയണത്. 2 ഡോണേഴ്സും ചെയ്യുമ്പോൾ ഒക്കെ റിജക്റ്റ് ആയാണ് പോണത്. ഡോണർ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവളുടെ കാര്യം ഉന്നയിച്ചു. അവിടെ അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ പലതവണ ഞാനിവിടെ പറഞ്ഞു വേണ്ടാന്ന് എന്നെ ഇവിടെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവൾക്ക് അമ്മ വേണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം തൻ്റെ അമ്മയ്ക്ക് കരൾ പകുത്ത് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് 18 വയസ്സുകാരി ദിയ. നമസ്കാരം ദിയ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേച്ചി. മകള് ഡോണറായി വരികയും ആ ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ ഫിനാൻസിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ ഡോക്ടർ എന്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്? 35 ലക്ഷം എന്തായാലും ഇത് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചേച്ചിക്ക് എന്താണ് ചേട്ടാ കരളിൻ്റെ അസുഖം തുടങ്ങിയത്? കരളിൻ്റെ അസുഖം ഞങ്ങൾ ഇപ്പോൾ ഇതറിയുന്നത് ഈ ജനുവരിയിലാണ്. ഈ 2024? അതെ, 2024 ഈ ജനുവരിയിലാണ്. ഒരു ശ്വാസം മുട്ടും അതുപോലെ വയറ് വീർത്ത് വരികയും പിന്നെ കാലിൽ നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലെസി ഹോസ്പിറ്റലിൽ കാർഡിയോളജിനെ കാണിച്ച്, അപ്പോൾ അവിടുന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമല്ല, ഗ്യാസ്ട്രോൻ്റെ ടീമിനെ കാണിച്ച് അവിടുന്നാണ് അവർ കൺഫേം ആക്കിയത് ഇത് ലിവറിൻ്റെ പ്രശ്നമാണെന്ന്. എന്തെങ്കിലും കാരണമായിട്ട് അവർ പറഞ്ഞിരുന്നു ലിവറിന് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ? ഇല്ല, അവർ ചോദിച്ചായിരുന്നു നമ്മളോട്, ഈ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ. അപ്പോൾ ഇല്ല, മരുന്നൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ ഇതുപോലെ ഒരു കാലിൽ നീരും അത് ശ്വാസം മുട്ടൊക്കെ വന്നിരുന്നതാണ്. അന്നേരം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് ആണ് അവിടുന്ന് പറഞ്ഞത്. ഹാർട്ടിലേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ നീര് വന്നത്, ശ്വാസം മുട്ടുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത് അറിവുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഇതുപോലെ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നേരെ കാർഡിയോളജിനെ കാണിച്ചത്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് റീന. റീന. ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു? ഹൈസ്കൂളിൽ ടീച്ചറാണ് ഇവിടെ കോൺവെന്റിൽ, ഹോളി ചൈൽഡ് സ്നേഹിതയിലാണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത്. നിങ്ങൾ അസുഖം വന്നതിന് ശേഷം ഡോണറെ അന്വേഷിച്ച് കുറേ നടന്നു? ഉണ്ട്. 1-2 ഡോണർമാർ വന്നായിരുന്നു, പക്ഷേ അത് ഫാറ്റ് ലിവറായി അത് റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് സ്റ്റേജാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നുള്ള ഒരു ഇത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. പിന്നെ മകള് തന്നെയാണ്. അതെ, ഞാനത് വായിച്ചിരുന്നു. ദിയ ആണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരൾ കൊടുക്കാൻ വേണ്ടി 18ാമത്തെ വയസ്സിൽ ലക്ഷറി പോയിട്ട് സമ്മതപത്രം കൊടുത്ത. ഇപ്പം ഞാൻ വായിച്ചതിനകത്ത് മോള് തന്നെയാണ് അച്ഛനോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ഞാൻ ഇതിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഡോണറിനെ അന്വേഷിച്ചു, എത്ര സീരിയസ് ആണെന്ന് ഞാൻ അപ്പോഴാണ് അറിയണത്. 2 ഡോണേഴ്സും ചെയ്യുമ്പോൾ ഒക്കെ റിജക്റ്റ് ആയാണ് പോണത്. പിന്നെ ഇത്രയും ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എനിക്ക് എന്തായാലും 18 ആവാൻ അത്ര ദിവസമില്ല, ഞാൻ തന്നെ കൊടുക്കാം, ടെസ്റ്റ് ചെയ്യാം. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് സെയിമാണ്. അപ്പോൾ ഒരു സാധ്യത എനിക്ക് തോന്നി. അപ്പോൾ ചെന്നത് എനിക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നല്ല മാച്ചാണ്, ആൾക്ക് റിക്കവറി നല്ല ഹൈ ചാൻസ് ആണ് പറഞ്ഞു. ഇപ്പം ഒരു ഡോണർ റെഡിയായി, ഫിനാൻസിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പം നിലവിൽ? ഫിനാൻസ് നമ്മൾക്ക് കാര്യമായ ഒന്നുമില്ല നിലവിലിപ്പോൾ. നമ്മൾ ഈ വീടും 5 സെൻറ്റും അത് മാത്രമേ നിലവിലുള്ളൂ. വേറെ നമ്മുടെ കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇതിനു മുമ്പത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചേർന്നത്. മോള് നന്നായിട്ട് പഠിക്കും അല്ലേ? 10ൽ ഫുൾ A+ ഉള്ള ആളായിരുന്നു. +2 ഇപ്പൊ എഴുതി റിസൾട്ട് നല്ല മാർക്കുണ്ട്, 90. നല്ലതാണ്. ഇതിന്റെ ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഇടയ്ക്ക് നിന്ന് പഠിക്കുകയും. അതെ, ആ സമയത്താണ് അഡ്മിറ്റ് ആക്കിയത് ഹോസ്പിറ്റലിൽ. ഒരു 20 ദിവസം അവിടെ ലിസി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതെ. പിന്നീടാണ് ലേക്ക് ഷോറിലേക്ക് മാറിയതും. അപ്പോൾ മോള് അമ്മയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് ആ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത്. അമ്മ അത്ര നേരം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാം, ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാവുന്ന രീതിയിൽ മാത്രം ചെന്നപ്പോഴാണ് അങ്ങനെയാണ് അറിയുന്നത്.
ചേട്ടൻ രണ്ടും കരളിന്റെ കരളാണ് അതെ. രണ്ടുപേരും. ചേട്ടന് തീർച്ചയായും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലല്ലേ രണ്ടുപേരെയും. പക്ഷെ ഒരുപാട് പേര് ഇതുപോലെ ഡോണേഴ്സ് ഉണ്ട്, അവരൊക്കെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ആ സംസാരിച്ചു. എന്താ മോള് സംസാരിച്ചത്? ഒരു ചേച്ചി അച്ഛന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിക്ക് സംസാരിച്ചു. ചേച്ചി നല്ല ഓക്കെയാണ്. അപ്പൊ എനിക്ക് ഉണ്ടായ ധൈര്യം എല്ലാരും കൂട്ടി തന്നു, എന്നെ പേടിയൊക്കെ മാറ്റി. ആളല്ല പോസിറ്റീവ്. ഇപ്പൊ ബിടെക്കിന് ചേർന്നോ? ആ വീട്ടിലേക്ക് ഹോളിഡേസിന്റെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏറ്റെടുത്ത് അവർ പഠിപ്പ് മുഴുവൻ 4 വർഷത്തെ കോഴ്സ്. 4 വർഷത്തെ കോഴ്സ് പഠിപ്പ് ഏറ്റെടുക്കാൻ. ഈ ചികിത്സ ഇപ്പൊ മോള് അങ്ങനെ ഡോണർ ആയി കഴിഞ്ഞാൽ എത്ര നാള് കഴിഞ്ഞിട്ടാവാം സ്കൂൾ കോളേജിലൊക്കെ? ഒരു 2 മാസമാണ് ഈ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സെപ്റ്റംബറിലായിട്ട് വരുള്ളൂ. അപ്പോൾ തന്നെ അവളുടെ ട്രസ്റ്റും കാര്യങ്ങളും കഴിയും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇൻ കേസ് നമുക്കത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മോള് എവിടെയെങ്കിലും ആർട്ടിക്കിളൊക്കെ വായിക്കുന്നുണ്ടോ? ഇങ്ങനെ അമ്മയ്ക്ക് തുടങ്ങിയ പിന്നെ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അപ്പോഴാണ് ഞാൻ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം തന്നെ അറിയണത്. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആർട്ടിക്കിൾ ഓരോന്ന് വായിച്ച് ഓരോ ന്യൂസും അങ്ങനെ വായിച്ച് അങ്ങനെ പോയത്. ചേട്ടൻ പറഞ്ഞു ചേച്ചി ആ സമയത്ത് അറിയുന്നത്. കേൾക്കുന്ന എനിക്ക് പോലും ഒരു പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചേച്ചി എന്നപ്പം എന്ത് പറഞ്ഞു ചേച്ചി? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു 2-3 മാസത്തോളം. അപ്പോൾ ഇവിടെ അച്ഛനും മോളും മാത്രമല്ലേ ഉള്ളൂ, മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ തീരുമാനം തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ മോളുടെ മനസ്സിലുണ്ടായിരുന്നാണ് മോള് പിന്നീട് എന്നോട് പറഞ്ഞത്. അത് ഇവിടെ പറയാൻ അച്ഛനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ടെൻഷൻ അമ്മോട് പറഞ്ഞ എങ്ങനെ. അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നാണ് അവൾ എന്നോട് പറയണത്. പിന്നെ ലാസ്റ്റ് അച്ഛൻ ഡോണർക്ക് വേണ്ടി ഇങ്ങോട്ട് അലച്ചിലും പൈസയുടെ കാര്യം എല്ലാം വർക്കിനും പോകണം, വീട്ടിലും പിള്ളേരെയും എല്ലാം കൊണ്ട് ടെൻഷനും കൂടി കണ്ടപ്പോൾ അവൾ ലാസ്റ്റ് ഡോണർ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവൾ അവളുടെ കാര്യം ഉന്നയിച്ചു അവിടെ. അപ്പോൾ ഡോക്ടറെ അടുത്ത് വരുമ്പോഴും ഇവള് വരുന്നുണ്ട് ഒരു ദിവസം അച്ഛൻ്റെ കൂടി, അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മോളും കൂടി വന്നിട്ട് അവിടെ വെച്ചിട്ട് ഡോക്ടറോട് പറയുന്നത് ടെസ്റ്റിനും കാര്യങ്ങൾക്കും ഉള്ള ഓക്കെ ആണെന്നുള്ള കാര്യം മോളായിട്ട് ധരിപ്പിക്കുമ്പോഴാണ് ഞാൻ ആ സമയത്ത് തന്നെ അറിയണത്. തലേ ദിവസം പോലും വിളിച്ചിട്ട് വരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. അന്ന് തുടങ്ങിയുള്ള ടെസ്റ്റും കാര്യങ്ങളാണ്. മനസ്സിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, സത്യം പറഞ്ഞാൽ ഒട്ടും ചിന്തിച്ചിട്ടില്ല. മോള് തരികയെന്ന് അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ പലതവണ ഞാനിവിടെ പറഞ്ഞു വേണ്ടാന്ന് എന്നെ ഇവിടെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ പരിസ്ഥിതികളും എല്ലാം കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ അപ്പോഴും ഞാൻ യെസ് എന്നല്ല പറയണം, എന്നാലും അവൾക്ക് അമ്മ വേണം, അത്രേ ഉദ്ദേശിക്കണുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം ഇത്രയാണ്, അതായത് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നാണ്. അമ്മ ഉണ്ടാവും. അത് ഭയങ്കര സ്മാർട്ട് അല്ലേ? ഡോക്ടറും അതുപോലെ നല്ല ഇതാണ്, നമുക്ക് അത് ഫ്രണ്ട്ലി ആയിട്ട് നല്ലപോലെ നമുക്ക് മനസ്സിലായി. അവളാണ് ഞങ്ങൾക്ക് കറേജ് തരുന്നത് അച്ഛനും അമ്മയ്ക്കും. അവള് ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കണോണ്ട് ഞങ്ങൾക്ക് പകുതി ഒരു ആശ്വാസം. മോൾ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ അത് മാച്ചും കൂടെ ആയല്ലോ, അത് വലിയ കാര്യമാണ്. അവർക്ക് അമ്മ ഉണ്ടായിരിക്കുക, അച്ഛനുണ്ടായിരിക്കുക, അതൊക്കെ ഓരോരോ നമ്മളൊക്കെ അനുഭവിക്കുന്നതല്ലേ. അപ്പനോ അമ്മയില്ലാണ്ട് അല്ലെങ്കിൽ അപ്പനോ നമ്മൾ ഈ പ്രിയപ്പെട്ടവരില്ലാണ്ടിരിക്കുമ്പോഴേ. നിങ്ങളുടെ ന്യൂസ് വന്നതിന് ശേഷം ചെറുതായിട്ട് വന്നിരുന്നു, പക്ഷെ എന്നിട്ട് ഇനിയും 10-15 ലക്ഷത്തിന്റെ. മോള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ചെയ്യണം അമ്മയ്ക്ക് അല്ലേ, ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ എന്താ എത്ര ശതമാനം എന്നാണ് കരളിന്റെ പോർഷൻ പറഞ്ഞത്? പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ വൈഫിന്റെ ഹൈറ്റും വെയിറ്റും വെച്ച് ചെറിയൊരു പോർഷൻ വേണ്ടി വരുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മെഡിസിനോ ടെസ്റ്റോ വല്ലതും നടക്കുന്നുണ്ടോ? എനിക്ക് 3 ടെസ്റ്റ് കഴിഞ്ഞു. CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് വർക്കപ്പ് ആണ്, 2 ദിവസം പോയി വരണം. യൂട്രസ്, കണ്ണ്, ചെവി, കാർഡിയോളജി, അത് ചെറിയൊരു ഇത്. അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം എനിക്ക് ഈ ലിവറിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം ഇത് കൺഫേം ചെയ്യാൻ. അപ്പം ഞാൻ ഇപ്പൊ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഈ ഇൻഫെക്ഷൻ കാരണം. പെട്ടെന്ന് പനി പിടിച്ചു. ഞാൻ പറഞ്ഞ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കണം, നമുക്ക് അറിയില്ല എപ്പോഴാണ് എന്താണ് എന്നുള്ളത്. ഈ മെഡിസിൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഫുഡിന്റെ ഡയറ്റോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഫുഡ് കഴിക്കുക, രാവിലെ എനിക്ക് നടക്കുക, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. എനിക്കിപ്പോൾ വെയിറ്റ് കുറയാണ്. അപ്പോൾ ടെൻഷൻ അല്ല, എനിക്ക് ഇപ്പൊ ഈ ഇൻഫെക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എഫക്റ്റ് ആവും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാ പറഞ്ഞത്. ഹെൽത്തിൽ ഇത്ര കിലോ വേണമെന്നുണ്ടോ? എന്റെ വെയിറ്റ് നോർമലാണ്, അപ്പൊ കുഴപ്പമില്ല. എനിക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരും. പിന്നെ മോളെ ഇതിപ്പം സ്കൂളിലൊക്കെ അറിഞ്ഞപ്പോ ഇങ്ങനെ എന്താ പറയാ, എല്ലാരും ഒക്കെ അറിഞ്ഞപ്പോ എന്താ പറഞ്ഞ ഫ്രണ്ട്സൊക്കെ? അവര് ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറെ പേര് ഇമോഷണലായി. പിന്നെ
ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് മെയിൻലി ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു ചിന്താഗതി പറഞ്ഞത്, ഇങ്ങനെ ഞാൻ ചെയ്താലോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഇമോഷണലായിട്ടും ഓരോരോ ഇങ്ങനെ. അതെ അതെ, നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ മോളുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്നവരുടെ ഒരു ഇമോഷൻ എത്ര ഉണ്ടാവും എന്നറിയാമല്ലോ. 18 വയസ്സുകാരി എന്താ പറയുക, ഓടിച്ചാടി നടന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അമ്മയ്ക്കൊരു അപകടം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജ്, ഒരു സാധാരണക്കാരുടെ ഇതിലേക്ക്. പക്ഷെ അതിനെ വീണ്ടെടുക്കാൻ ആ 18കാരി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മളെപ്പോലെയുള്ള കുറേ ആളുകളുടെ സപ്പോർട്ടാണ്. ആ കുടുംബത്തിന് താങ്ങായിട്ട് ആ അമ്മ ഉണ്ടാവണമെങ്കിൽ ആ മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ ആളുകൾ ചേർത്ത് പിടിച്ചാൽ ഉറപ്പായിട്ടും പുഷ്പം പോലെ അവരുടെ ഓപ്പറേഷൻ നടക്കും, അല്ലേ? അപ്പം എന്താണെങ്കിലും ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും മോളുടെ ഈ കുടുംബത്തിനെ ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹം. എത്രയും പെട്ടെന്ന് ഒരു ജൂൺ പകുതിയോടുകൂടി ഓപ്പറേഷൻ വേണ്ടി. സത്യത്തിൽ അവരെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ടെൻഷനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ. ഒന്നും പറയാൻ മേല, ചേച്ചിയോടും പറയാൻ മേല, മകളോടും പറയാൻ മേല. ശരിയാണ് കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും സഹായിക്കുക. ചേട്ടൻ പറഞ്ഞ ഇമോഷനാവും. ചേട്ടൻ പറയണ്ട കേട്ടോ, ചേട്ടൻ പറയണ്ട. ചേട്ടന് വേണ്ടിയിട്ട് ഞാനാ പറയുന്നത്. ചേട്ടൻ പറയണ്ട, ചേട്ടൻ ഇമോഷനേ ആവല്ലേ. എന്താണെങ്കിലും വീഡിയോയുടെ അടിയിൽ ഞാൻ ഇവിടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ടാൽ സഹായിക്കണം എന്നുള്ളവർ സഹായിക്കണം. എന്താണെങ്കിലും നമുക്ക് റീന ചേച്ചി തിരിച്ചു കൊണ്ടുവരണം. മോൾക്ക് സെപ്റ്റംബറിൽ ബിടെക്കിന് പഠിക്കാൻ പോകണ്ട. ഏതാ കോഴ്സ്? കമ്പ്യൂട്ടർ സയൻസ്. ഈ കാണുന്നത് നമ്മുടെ ജീവിതം. നാളെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാം. അപ്പം ഇന്ന് ഇവർ, നാളെ നമ്മളാണെന്ന് അറിയില്ല. ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ശരി ചേട്ടാ, താങ്ക് യു.